ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്നോട് ഇപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ സയൻസ് എടുത്തതെന്നും പിന്നെ കമ്പ്യൂട്ടർ സയൻസും ബയോ സയൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. അപ്പം നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഞാൻ മെയിൻലി കമ്പ്യൂട്ടർ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബയോ അല്ല മെഡിക്കൽ ഫീൽഡ്. എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഒട്ടും ഇഷ്ടമല്ലേ. ഞാൻ എന്തായാലും എടുക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി ഞാൻ ഇതെല്ലാം വഴിത്തിരിവും വന്ന് അങ്ങോട്ട് പോകത്തുമില്ല. കാരണം എനിക്ക് പേടിയാണ്. എനിക്ക് ചോര കണ്ടാൽ പേടിയാണ്. പിന്നെ എനിക്ക് ഹോസ്പിറ്റൽ പേടിയാണ്. എനിക്ക് ഹോസ്പിറ്റലിൻ്റെ എൻവയോൺമെൻറ്റ് പേടിയാണ്. എനിക്കെല്ലാം പേടിയാണ്. എനിക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടതെല്ലാം പേടിയാണ്. സോ ഞാൻ എന്തായാലും മെഡിക്കൽ ഫീൽഡ് എടുക്കില്ല. പിന്നെ മെഡിക്കൽ ഫീൽഡ് എനിക്കൊരു കംഫർട്ടബിൾ ഫീൽഡ് അല്ല. മീൻസ് എനിക്ക് ഹോസ്പിറ്റൽ ഭയങ്കര പേടിയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നത് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഇനി വേണ്ട വെച്ചതാണ്. അങ്ങനെ എനിക്കതാണ് എനിക്ക് ഹോസ്പിറ്റൽ ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞാൻ മെഡിക്കൽ ഫീൽഡ് എടുക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ളതാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ഉറപ്പിച്ചെടുക്കുന്നത്. കാരണം എനിക്ക് ബയോളജി പഠിക്കാൻ അങ്ങനെ താല്പര്യമില്ല. ബയോളജി എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് 10th ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു. പക്ഷേ ബയോളജിയിൽ എനിക്ക് നോർമലി എനിക്ക് മാർക്ക് ഉണ്ടാവാറുണ്ട്. ഒരുവിധം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ എനിക്ക് മൊത്തത്തിൽ മീൻസ് ബയോളജി റെക്കോർഡ് വരയ്ക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ പറയുകയാണെങ്കിൽ ഒരു കമ്പാരിസൺ പോലെ ഞാൻ പറയുന്നത് ബയോ സയൻസ് വേഴ്സസ് കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ജോലിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിൽ കുറച്ച് പോകാം. നീറ്റ് എഴുതുന്നവരാണ് കൂടുതലും, മീൻസ് നീറ്റ് എഴുതി മെഡിക്കൽ ഫീൽഡ് അങ്ങനെയുള്ളവരാണ് കൂടുതലും ബയോ സയൻസ് എടുക്കുക. JEE എഴുതി എഞ്ചിനീയറിംഗ് ആണെങ്കിലാണ് കൂടുതൽ ആൾക്കാർ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക. അതെന്തോന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോഴും. ഞങ്ങളുടെ കൂടെ മീൻസ് എൻ്റെ കൂടെ പഠിക്കുന്നതിൽ മിക്ക പിള്ളേരും എഞ്ചിനീയറിംഗ് അങ്ങനെ ഒരു ടൈപ്പിലാണ് പോകുന്നതെന്ന് പറഞ്ഞത്. എനിക്കറിയില്ല, അവർ പറയുന്നത് അങ്ങനെയാണ്. ഓക്കെ, എനിക്ക് വലിയ പ്ലാനിങ് ഒന്നുമില്ല. ഞാൻ ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് കമ്പ്യൂട്ടർ എടുക്കുന്നത്. സയൻസ് വിഷയമാകുമ്പോൾ നമുക്ക് ഏതിലേക്ക് വേണമെങ്കിൽ തിരിയാം. ഒന്നാമത്തെ കാര്യം മീൻസ് നമുക്ക് വേറെ ഇതിലേക്ക് വേണമെങ്കിൽ തിരിയാം. ഇനിയിപ്പോൾ ഇവിടെ ഒരു വന്ന് പെട്ടു അങ്ങനെയൊന്നുമില്ലല്ലോ. സോ പിന്നെ മെഡിക്കൽ ഫീൽഡിലേക്ക് ഇഷ്ടമാത്തതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ എടുത്തു. അത്രയുള്ള ഡിഫറൻസ്. JEE ഞാൻ എഴുതുന്നുണ്ടെന്ന് കുറച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ എനിക്ക് വിശദമായി പറയാണ്ട് JEEനെ പറ്റി. സോ ഓക്കെ, അപ്പോൾ 10th കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സയൻസ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ എന്നുള്ളതിൽ. നിങ്ങൾക്ക് പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി അതാണ് മെയിൻ. നിങ്ങൾക്കിപ്പോൾ ഒരു ഗോളുണ്ട്, ഒരു എയിം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക. അല്ലാതെ നിങ്ങൾക്കൊരു എയിം ഇപ്പോഴും ഇല്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തി നിങ്ങൾക്ക് നമുക്ക് തന്നെ അറിയാം നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റാണ് ടഫ്, നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റാണ് നന്നായി പഠിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ. അത് മര്യാദയ്ക്ക് നോക്കി പഠിക്കുക. നിങ്ങളെ തന്നെ വിലയിരുത്തിയിട്ട് വേണം ഓരോന്നും ചെയ്യാൻ. കാരണം നമ്മുടെ ലൈഫിൽ എടുക്കുന്ന ഓരോ ഡിസിഷൻസും വളരെ വിലപ്പെട്ടതാണ്. എടുത്ത് കഴിയുമ്പോഴേ അത് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്നിട്ടായാലും ബയോ സയൻസിനും കമ്പ്യൂട്ടർ സയൻസിനും വെച്ചിട്ടാണ്. അപ്പോൾ ബയോ സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ കയറുമ്പോൾ പഠിക്കാനുണ്ട്. മീൻസ് സുവോളജി ആയാലും ബോട്ടണിയിലും നമുക്ക് കുറേ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ പുതിയ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് അത്യാവശ്യം പഠിക്കാനുണ്ട്. പിന്നെ കുറേ പേരുകൾ പഠിക്കാനുണ്ട്. അതിൻ്റെ സ്പെല്ലിങ്ങുകളാണ് മെയിൻലി. പേരുകൾ കറക്റ്റ് സ്പെല്ലിങ്ങിൽ എഴുതണം, സ്പെല്ലിങ് തെറ്റാൻ പാടില്ല. സോ പേരുകൾ നന്നായി പഠിക്കാനുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പഠിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ ബയോളജിത്തെ താല്പര്യമില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ എനിക്കറിയില്ല. പിന്നെ ബയോളജിയിൽ നമുക്ക് സുവോളജി ഒരു ബോട്ടണി കാലത്തിൽ പാസ്സായാൽ മതി എന്നാണ് അങ്ങനെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുണ്ട്. പക്ഷെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുമ്പോൾ 60 മാർക്കിൻ്റെ പേപ്പറാണ്. നമ്മൾ ആ ഒരു പേപ്പറിൽ പാസ്സാവണം. പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് അത്രയ്ക്ക് പഠിക്കാനില്ല. മീൻസ് നമുക്ക് ഫുൾ തിയറിയാണ് പഠിക്കാൻ. നമുക്ക് +1 കയറുമ്പോൾ തന്നെ അത്യാവശ്യം ഫുൾ തിയറി അടിച്ചു കയറ്റി പഠിക്കാനുണ്ട്. നല്ല രീതിക്ക് തിയറീസാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് തിയറി ജസ്റ്റ് ഇങ്ങനെ അതും ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആയിട്ടായിരിക്കും. ഫുള്ള് നമുക്ക് പോയിൻ്റായിട്ട് പഠിച്ചു പോകാൻ പറ്റും. നമ്മൾ പണ്ട് സോഷ്യൽ പഠിച്ചൊക്കെ ഒരു വൈബായിരിക്കും കമ്പ്യൂട്ടർ സയൻസ്. മീൻസ് അത്ര വലിയ കാര്യങ്ങളൊന്നും ഇല്ല. കമ്പ്യൂട്ടർ സയൻസ് കമ്പാരിറ്റീവ്ലി പഠിക്കാൻ എളുപ്പമാണ് ബയോനെ വെച്ച് നോക്കുമ്പോൾ. എനിക്ക് അങ്ങനെ തോന്നിയേക്കുന്നത് +2 എത്തുമ്പോഴാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാനും അങ്ങനെയൊക്കെ കുറച്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായി പ്രെഡിക്റ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ വരുന്നത്. അതും നമുക്ക് അത്രയ്ക്കും പാടായിട്ടൊന്നും ഇല്ല. അതേപോലെ പിന്നെ നമുക്ക് ഞങ്ങൾക്കിപ്പോൾ ലാബിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലാബിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ലാബിൽ പോയി ഞങ്ങളുടെ പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടാവും. കുറച്ച് 5 അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ പോയി മാറി മാറി ചെയ്യുക. ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ പോയി നമ്മൾ ചെയ്യുക. അത് നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കുക. അത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് മീൻസ് ബയോളജിക്കാർക്കാവുമ്പോൾ
അവരുടെ ലാബിൽ കുറേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബയോളജി ലാബ്. മീൻസ് കുറേ സാധനങ്ങൾ കാണാനും ഞങ്ങളുടെ കുറേ സാധനമുണ്ട്. പിന്നെ അസ്ഥി കൂടെ ഉണ്ട്. അല്ല, നോർമലി ബയോളജി ലാബ് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനും നല്ല രസമാണ്. ചെയ്യാനും അത്രയ്ക്ക് അത്യാവശ്യം തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ലാബിൽ ചെയ്യാനും ഞങ്ങളെക്കാളും അത്യാവശ്യം ലാബ് ചെയ്യാനുണ്ട് ബയോളജി, എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്, ലാബൊക്കെ അടിപൊളിയാണ്. സോ എനിക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പം കമ്പ്യൂട്ടറാണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം കമ്പ്യൂട്ടർ നമുക്ക് ഇത്രയും പഠിക്കാൻ വരുന്നില്ല. അതിൻ്റെ പോലെ തന്നെ ലാബും അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പൊക്കെ തന്നെയാണ്. ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കണേ. സോ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ബയോളജി അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമില്ല, ബയോളജിയും അത്ര മുന്നോട്ട് കൊണ്ടുപോകണം ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ സയൻസ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബയോളജി സയൻസ് ആണ് ഇഷ്ടമെങ്കിൽ ബയോളജി സയൻസ് എടുക്കാം. അതും നല്ലൊരു സബ്ജക്റ്റാണ്, ഞാൻ പേടിപ്പിച്ചൊന്നുമല്ല. അത് നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാലും കമ്പ്യൂട്ടറിനേക്കാൾ കുറച്ചും കൂടി പഠിക്കാനുണ്ടാവും, അത്രേ ഉള്ളൂ. നിങ്ങളുടെ താല്പര്യങ്ങളാണ് അത് തന്നെ. പിന്നെ കൊമേഴ്സും ഹ്യൂമാനിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ സയൻസ് എടുക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിക്കാൻ തയ്യാറായിട്ട് തന്നെ എടുത്താൽ മതി. അത്യാവശ്യം പഠിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ പോലെ മീൻസ് ഞാൻ +1 എഴുതിയപ്പോൾ തൊട്ട് ഞാൻ +1 അല്ല, ഞങ്ങളുടെ ബാച്ച് കഴിഞ്ഞ ബാച്ച് തൊട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടിമറ്റിയിട്ട് ഞങ്ങളുടെ ബാച്ചിൽ ഫുള്ള് മാറിയിട്ടുണ്ട്. നല്ല രീതി കഴിഞ്ഞ ബാച്ച് അത്രയ്ക്ക് ഉണ്ടായിരുന്നു പറയണേ, ഈ ബാച്ചിൽ ഫുള്ള് മാറിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടഫായിരുന്നു. +1 അല്ല +2 +1 പേപ്പേഴ്സും മാറും. ഞങ്ങളുടെ ക്രിസ്മസ് എക്സാമൊക്കെ അടിച്ച് കലക്കി കുടിക്കലായിരുന്നു. മീൻസ് ക്രിസ്മസ് എക്സാം വൻ ബോറായിരുന്നു, അത്രയും നല്ല ടഫ് പരീക്ഷയായിരുന്നു. സോ നിങ്ങൾ സയൻസ് എടുക്കുകയാണെങ്കിൽ ഈ 3 സബ്ജക്റ്റ്, അതിപ്പോൾ കൊമേഴ്സിൻ്റെ ഒക്കെ പേപ്പർ മാറുന്നുണ്ട്. ബട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നല്ല രീതി ബയോളജി അല്ല അതിപ്പം ബയോസയൻസ് ഒരു ബയോളജി ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് മീൻസ് നമ്മളെല്ലാവരും വരുന്നത്. ഈ 3 സബ്ജക്റ്റ് പഠിക്കാൻ നിങ്ങൾക്ക് പഠിക്കും എന്ന് അത്യാവശ്യം പഠിക്കാനുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഓർഗാനിക്കും പിന്നെ മാത്സിൽ ഇപ്പോൾ +2 കഴിയുമ്പോൾ ഡെറിവേറ്റീവ്സിൻ്റെ തന്നെ 5 ചാപ്റ്റർ ഉണ്ടെന്നൊക്കെ പറയുന്നത്. നല്ല രീതിക്ക് പഠിക്കാനുണ്ട്. സീരീസ് പറയുകയാണെങ്കിൽ സയൻസ് എടുക്കുമ്പോൾ നല്ല രീതിക്ക് പഠിക്കാൻ തയ്യാറായി തന്നെ നമ്മൾ ഇരിക്കുന്നത് നല്ലത്. കാരണം ഒരുപാടുണ്ട്. സോ അതൊക്കെയാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്സിലും പഠിക്കാനുണ്ട്, ഹ്യൂമാനിറ്റീസുകാർക്കും പഠിക്കാനുണ്ട്. അവർക്ക് പഠിക്കാനില്ല എന്നല്ല ഞാൻ പറയുന്നത്. കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഒരുവിധമൊക്കെ ഒരു ഇതുണ്ടാവും. കാരണം സയൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ കുറവുണ്ടാവും, എന്നാലും പഠിക്കാനുണ്ട്. +1 +2 അത്യാവശ്യം നന്നായി പഠിച്ച് തന്നെ ജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ടൈപ്പാണ് +1 +2. സോ അത്യാവശ്യം പഠിച്ച് തന്നെ ജയിക്കാൻ പറ്റും. തുടക്കത്തിൽ തന്നെ പഠിച്ചു തുടങ്ങി അവസാനം ആകുമ്പോഴേക്കും കാറ്റ് പോകാതിരിക്കുക. മീൻസ് നമുക്ക് തുടക്കത്തിൽ നമുക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും പഠിക്കണം എന്നുള്ളത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ പിന്നെ +1 +2 നമ്മൾ കയറുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഓണപ്പരിപാടിയിൽ നമ്മുടെ കുറേയൊക്കെ അങ്ങനെ പോകും. അത് കഴിഞ്ഞ് കലോത്സവം ഉണ്ടാവും, കലോത്സവത്തിൽ കുറേ പോകും. അപ്പോൾ നമ്മുടെ കുറേ ടൈം പോകും. അപ്പോൾ നമ്മൾ തന്നെ ഇത് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് +1ലേക്ക് കിടക്കുന്ന പിള്ളേർക്കുള്ളൊരു ഗൈഡൻസ് പോലെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിനിടയിൽ ഈ കമ്പ്യൂട്ടർ സയൻസും ബയോസയൻസും കുറേ പേര് മാറി എനിക്ക് ഇൻസ്റ്റയിലും ഒക്കെ വന്ന മെസ്സേജ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് മെയിൻലി എടുത്ത് പറഞ്ഞത് കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ടാറ്റാ.